സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? റാസൽ ഖൈമയിലെ റാക്ക് മോളിൽ വെച്ച് നടന്ന മോട്ടോർ ഷോ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് നടക്കുന്നത് ഏപ്രിൽ 27-നാണ്. വലിയ ആവേശത്തിലാണ് പോയി വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇതിന് വോയിസ് കൊടുക്കുന്നത്. എഡിറ്റ് ചെയ്തൊക്കെ അന്നേ വെച്ചതായിരുന്നു, പക്ഷേ വോയിസ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഓരോ ദിവസം എടുത്തിട്ട് ഇന്നാവട്ടെ നാളെ ആവട്ടെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചു. ഇതിനൊരു എക്സ്ക്യൂസ് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം വീഡിയോസ് ഒന്നും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറില്ല. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ വിചാരിക്കും ഇനി മുതൽ എന്തായാലും അടുപ്പിച്ച് തന്നെ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ. പക്ഷേ വീണ്ടും അവസ്ഥ പഴയതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇടണമെന്ന് വിചാരിച്ചാൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇനി എന്തായാലും തീർച്ചയായിട്ടും കൃത്യമായി വീഡിയോ ഇട്ട് തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ വീണ്ടും അവസ്ഥ പഴയത് തന്നെ. ഇതിനിടയിൽ ഹായ് പറഞ്ഞു പോയത് എൻ്റെ ഒരു മാമാടെ മോനാണ്. അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഷോയെപ്പറ്റി അറിയുന്നതും അവിടെ പോകാൻ കാരണമായതും. റാക്ക് വരെ ഒറ്റയ്ക്ക് പോവുക എന്നത് എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂടെ വന്നത് റിച്ചു ആയിരുന്നു. വലിയ ആവേശത്തിൽ പോയത് വീഡിയോ എടുക്കണം, യൂട്യൂബിൽ ഇടണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് വണ്ടികളെ പറ്റി വലിയ ധാരണകളൊന്നുമില്ല കേട്ടോ. കാറുകളുടെ പേരുകളോ അങ്ങനെ ഒന്നും എനിക്ക് അധികം അറിയില്ല കേട്ടോ. നാട്ടിലുണ്ടായിരുന്നപ്പോൾ അംബാസിഡർ, പിന്നെ മാരുതി, അങ്ങനെ ചില കാറുകളുടെ പേരുകളൊക്കെ മാത്രമേ എനിക്ക് അന്നും ഇന്നും അറിയൂ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികൾ പോലും വലിയ ആവേശത്തിലാണ് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അതിനുള്ളിലോട്ട് നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപ്പോൾ പിന്നെ വലിയവരുടെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. വണ്ടികളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള ഷോകളിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം അവർക്ക് ഇതിനോട് ഭയങ്കര ക്രേസാണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരു റേസ് നടക്കുന്നു എന്നാണ്. പക്ഷെ അതായിരുന്നില്ല, ഒരു ഷോയാണ് നടന്നിരുന്നത്. ഇങ്ങനെയുള്ള കാറുകളെയൊക്കെ അലങ്കരിച്ചും അങ്ങനെ ഒരു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഷോ ആയിരുന്നു. അതിനവർക്ക് സമ്മാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 5 മണിയോടുകൂടിയൊക്കെയാണ് അവിടെ എത്തിയത്. ആ സമയത്ത് കുറച്ച് കാറുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ആൾക്കാർ അതിനെയൊക്കെ ഓട്ടിക്കുകയും വലിയ ശബ്ദം ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ വൈകുന്നേരമാണ് കുറച്ചുകൂടി ഭംഗി വരാൻ സാധ്യതയെന്ന് മനസ്സിലായി. ഒരുപാട് ഇതുപോലുള്ള കാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ റാക്ക് മോളിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നപ്പോഴാ ഇതേപോലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ബൈക്കുകളൊക്കെ കൊണ്ടുവച്ചു. ഇങ്ങനെ ലക്ഷറീസ് ആയിട്ടുള്ള ബൈക്ക് ഉണ്ടെന്നും ഇത്ര ഫെസിലിറ്റീസ് ഉള്ള ബൈക്ക് ഉണ്ടെന്നും ഒക്കെ ഞാൻ അത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ വണ്ടിക്ക് ഇതുപോലെ മുന്നേ ഉള്ള മത്സരങ്ങളിൽ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വിൻറ്റേജ് കാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാണാനൊരു രസം തന്നെയായിരുന്നു. ഇതൊരു 2 ദിവസത്തെ പരിപാടിയായിരുന്നു. പക്ഷേ ഞാൻ പോകുന്നത് 2ാമത്തെ ദിവസമായിരുന്നു. ഈ ബൈക്കൊക്കെ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ബൈക്കുകളാണ് കേട്ടോ. ഇതിലൊക്കെ എന്തൊക്കെയോ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിൻ്റെ മുന്നിലൊക്കെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇരുട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ലൈറ്റൊക്കെ ഇട്ട് ഈ കാറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസകരമായിട്ട് തന്നെ എനിക്ക് തോന്നി. കാറിനോട് ക്രേസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഷോകളൊക്കെ വളരെ നല്ലതാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരു രസം. ഈ കാണുന്ന വണ്ടിയിൽ ഇവർ അലങ്കരിക്കുന്നത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എന്തുകൊണ്ടോ അതിനോട് എനിക്കത്ര ഇഷ്ടം തോന്നിയില്ല. കാരണം ഫുള്ള് നെഗറ്റീവായിട്ടാണ് എനിക്കത് തോന്നിയത്. റിപ്പും പിന്നെ ഒരു ഇതും ഒക്കെ എടുത്ത് വെച്ചിട്ട് എനിക്കെന്തോ അതാകെ ഒരു സുഖമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. എന്തായാലും കുറച്ച് സമയം അവിടെ നിന്ന് കറങ്ങിയതിന് ശേഷം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഒരു മത്സരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഒരു സ്പിൻ വീൽ വെച്ചിട്ട് അതൊന്ന് കറക്കിയാൽ ആരോ ഏതിലാണോ വരുന്നത് അത് നമുക്ക് സമ്മാനമായിട്ട് കിട്ടും. പക്ഷെ അവിടെ പോലും ഒരു സമ്മാനം കിട്ടാനുള്ള യോഗം എനിക്കില്ലാതെ പോയി കേട്ടോ. കാരണം അതിലും സമ്മാനം കിട്ടാത്ത ഓപ്ഷനാണ് എനിക്ക് വന്നത്. ഭയങ്കര ഭാഗ്യമുള്ള ജാതകമായതുകൊണ്ട് തന്നെ അവിടെയും ഞാൻ പരാജയപ്പെട്ടു. അപ്പോഴും ഞാൻ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ഇതിലും വലുത് എന്തോ നല്ലത് എനിക്ക് വരാനുണ്ട് എന്ന്. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? കൃത്യനിഷ്ഠയില്ലാതെ വീഡിയോ ഇടുന്ന എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്നൊക്കെ ചോദിക്കാൻ ഒരു വിഷമമുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.